ഇപ്പോഴും കോൺടാക്ട് ഒക്കെ ഉണ്ടല്ലോ. ഞാനിപ്പോ പാടാൻ വന്നിരിക്കുന്നത് വേറെ ടീമിന്റെ. അതെ, അത് സ്ഥലം മനസ്സിലാക്കരുത് പ്ലീസ്. പക്ഷെ നിങ്ങളുടെ ബിസി സ്കെഡ്യൂൾ കാരണം നാച്ചുറലി യു ഗൈസ് ആർ ഓൾസോ ബിസി, യു കുഡന്റ് മേക്ക് ഇറ്റ്. നിങ്ങളുടെ ഷൂട്ടിംഗ്, നിങ്ങളുടെ റെക്കോർഡിംഗ്, ബ്ലാ ബ്ലാ ബ്ലാ, വാട്ട് എവർ ഇറ്റ് ഈസ് മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ അത്രേ ഉള്ളൂ. Okay, now ipo latest I think Radhikam in Ghost House in ഒരു ബ്രില്യന്റ് റോൾ പാടിയിട്ടുണ്ട് അതിലല്ലേ? അതിൽ പാടിയിട്ടുണ്ട്. Okay, 3 സോങ്സ് ആണ് ഫിലിമിലുള്ളത്. അതിൽ ഓരംബോ എന്ന് പറഞ്ഞൊരു സോങ് അവരുടെ ഇൻട്രൊഡക്ഷൻ സോങ് ആണ്. Very funny song. It's nice. Yeah, I loved the film totally. അപ്പം ഇനി വരുന്ന പ്രോജക്ട്സിനൊക്കെ ബെസ്റ്റ് ഓഫ് ലക്ക്. ഞാൻ പിന്നെ ശ്രീകുമാരേട്ടന്റെ ഒരു മൂവിയില് പാടി, ശ്രീകുമാരേട്ടൻ മ്യൂസിക് ചെയ്ത ഒരു മൂവിയില് പാടാനുള്ളൊരു വലിയൊരു ഭാഗ്യം കിട്ടി. ഒരു നാൾ വരും എന്ന് പറഞ്ഞ ഫിലിമിലാണ്. അതിൽ ഒരു സോളോ പാടാൻ പറ്റും. ഒരു നാൾ വരും ശ്രീനിവാസൻ ചേട്ടന്റെ എനിക്ക് ഓർമ്മയുണ്ട് അവാർഡ് ഡിക്ലെയർ ചെയ്തത്. ഓക്കെ, സോ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ ഓൾ ദാറ്റ്. ഇന്നും ബെസ്റ്റ് ഓഫ് ലക്ക് വേണ്ടേ? പിന്നെ പാടാൻ പോകുന്നത് സിന്ധു ഒരുപാട് എനിക്കും നൊസ്റ്റാൾജിക് ഇതുള്ള ഈ പാട്ട് വിളിച്ച് ശിഖ പറഞ്ഞപ്പോ തന്നെ, കാരണം അതിലെ 3 പാട്ടുകൾ പാടിയിട്ടാണ് എനിക്ക് വോയിസ് ഓഫ് ദി ഇയറിലെ പ്രൈസ് എനിക്ക് വിൻ ചെയ്യാൻ സാധിച്ചത്. അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പൊ ദേവദാസിയില് ചാൻസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ സോങ് ആണ്. ചിത്ര ചേച്ചിയും ദാസാറും കൂടെ പാടിയ പാട്ടാണ്. അവിടെ നമ്മൾ എങ്ങനെ പാടും എന്നറിയില്ല. അങ്ങോട്ട് നോക്കാതെ പാടിയാൽ മതി. അങ്ങോട്ട് നോക്കുന്നേ ഇല്ല. എന്റെ സിന്ദൂരരേഖയിലെങ്ങും ഒരു ജീവന്റെ സ്നേഹവിലാപം പിടയുന്ന മായാവീണുള്ളിൽ പ്രിയ സന്ധ്യ തേടും നൊമ്പരം ദൂരെ ദൂരെ എന്റെ ഏകാന്ത ചന്ദ്രനലങ്ങും ഒരു നീലാമ്പൽ വീണുമയങ്ങി. കരയുവാൻ കണ്ണുനീരും മറുവാക്കുമില്ല. കർമ്മങ്ങൾ കൈമറിഞ്ഞ കനലാണു ഞാൻ, ഉയരാണു ഞാൻ. എന്റെ ഏകാന്ത ചന്ദ്രനലഞ്ഞു ഒരു നീലാമ്പൽ വീണുമയങ്ങി. ദൂരെ ദൂരെ കാലമേ വീണ്ടുമെന്നെ കയ്യേൽക്കുകില്ലേ. പാടാൻ മറന്നുപോയ ഗന്ധർവനേ ഈ മൺവീണയിൽ. എന്റെ സിന്ദൂരരേഖയിലെങ്ങും ഒരു ജീവന്റെ സ്നേഹപരാഗം.
ഞാൻ ഉയരിൽ തലോടി വന്ന വനമാലിനി ദൂരെ ദൂരെ എന്റെ സിന്ദൂരരേഖയിലെങ്ങും ഒരു ജീവന്റെ സ്നേഹവിലാപം ഉയരുന്ന മായാവീണുള്ളിൽ പ്രിയ സന്ധ്യ പാടും മൽമരം ദൂരെ ദൂരെ എന്റെ ഏകാന്ത ചന്ദ്രനലഞ്ഞു ഒരു നീലാമ്പൽ പൂത്തു വിടർന്നു. ശിഖ ആൻഡ് വിധു, നിങ്ങളുടെ പെർഫോമൻസ് ഇസ് വെരി നൈസ്. കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ സംഗീത സംവിധായകനടുത്ത് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു എന്ന്. ശരത് സർ? നന്നായിരുന്നു വിധു. താങ്ക് യു.